കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജും നിഷ ജോസും പി.സി. തോമസും തന്നെ. കേരള കോൺഗ്രസിന്റെ ശക്തിമണ്ഡലമായ കോട്ടയത്ത് ഇക്കുറി മത്സരം കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ തന്നെ. ജോസ് കെ മാണി രാജ്യസഭയിലോട്ട് പോയതോടെ ഭാര്യ നിഷയായിരിക്കും കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കേരളത്തിന്റെ പ്രളയകാലത്ത് നിഷയുടെ സേവനങ്ങൾ വലിയ തോതിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു. നിരവധി ട്രസ്റ്റുകളുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് നിഷ ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഭർത്താവിന്റെയും KM മാണിയുടെയും തെരഞ്ഞെടുപ്പ് രംഗത്തും പ്രവർത്തിച്ചിരുന്നു. നിഷ തന്നെയാണ് KM മാണിയുടെ മനസ്സിലുള്ളതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ പകരം സ്ഥാനാർത്ഥിയെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും വന്ന മോഹൻ ജോസഫ് ആയിരിക്കും LDFിലേക്ക് പുതുതായി വന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് തന്നെയായിരിക്കും കോട്ടയത്ത് സ്ഥാനാർത്ഥി. ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം 20 മണ്ഡലത്തിലും കേരള കോൺഗ്രസ് വോട്ടർമാരുടെ പിന്തുണ LDFിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇടുക്കിയാണ് ഫ്രാൻസിസ് ജോർജിന്റെ തട്ടമെങ്കിലും ജോർജിനെ ഒരു തവണ കൂടി മത്സരിപ്പിക്കാൻ CPM ഇടുക്കി ജില്ലാ നേതൃത്വം തീരുമാനിച്ച വിവരം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ ഫ്രാൻസിസ് ജോർജിനെ ഇടുക്കിയിൽ നിന്നും കോട്ടയത്തേക്ക് മാറ്റാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. NDA സ്ഥാനാർത്ഥിയെ P.C. തോമസ് കോട്ടയത്ത് മാറ്റിവെക്കും. ഇവർ 3 പേർ ആണെങ്കിൽ തീപാർന്ന മത്സരമായിരിക്കും കോട്ടയത്ത് നടക്കുക. ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകും. ശാന്തിഗിരിയുടെ ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം